ഹായ് ഓൾ. ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ PCOD കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുത്ത ഡയറ്റ് പ്ലാനിനെ പറ്റിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത് PCOD ഞാൻ എങ്ങനെയാണ് മാറ്റിയെടുത്തത് എന്നുള്ളത്, എൻ്റെ ലൈഫിലൂടെ ഞാൻ മാറ്റിയെടുത്തത് എന്തൊക്കെ വഴിയിലൂടെയാണെന്നുള്ളതാണ് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അത് കാണാത്തവർ അത് പോയി കാണാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് അതിനോടൊപ്പം തന്നെ ഞാൻ ഫോളോ ചെയ്ത ഡയറ്റ് പ്ലാനിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള ഫുഡും കഴിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ PCODയുടെ ഡയറ്റ് പ്ലാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറേ ഫുഡിനൊക്കെ ഞാൻ ലിമിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് എനിക്ക് PCOD ഒന്ന് കൺട്രോൾ ചെയ്ത് ലെവലിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞത്. PCOD പറ്റി എല്ലാവർക്കും അറിയാലോ. പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസാണ് PCOD എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതൊരു സിംഡ്രോം ആയിട്ട് പറയുന്നുണ്ട്. അതാണ് PCODയുടെ സിംറ്റംസും എല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓവറായിട്ട് വണ്ണം വെക്കുന്നത്, പിന്നെ മുഖത്തൊക്കെ കാണുന്ന ഹെയർ, പിന്നെ ഇറഗുലർ പീരിയഡ്സ്, പിന്നെ ഹെയർ ഫോള്, ഇതെല്ലാം ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും ഉണ്ടാകുന്നുണ്ട്, ഹെറിഡിറ്ററി ആയിട്ടും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസായി മാറിയിരിക്കുകയാണ് ഈ PCOD എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് PCOD എൻ്റെ ജീവിതശൈലിയിലൂടെ എനിക്ക് വന്നതാണ് കേട്ടോ. കാരണം ഞാനും അധികം ഒന്നും എക്സസൈസും കാര്യങ്ങളും ഒന്നും ചെയ്യുന്ന ഒരാളല്ലായിരുന്നു, ഫുഡ് കൺട്രോൾ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതശൈലിയിൽ കൂടി തന്നെയാണ് എനിക്ക് PCOD വന്നത്. അതെനിക്ക് 100% ഷുവറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിലുണ്ടായ ജീവിതശൈലിയിൽ വന്ന കുറേ ചേഞ്ചസ് മൂലം എനിക്കതിനെ നേരെയാക്കി കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ പരീക്ഷിച്ച് സക്സസ് ആയ കാര്യങ്ങൾ. അപ്പോൾ PCODയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, സിംറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ സിംറ്റംസ്. അതുപോലെ ഇറഗുലർ പീരിയഡ്സ് എന്ന് പറയുന്നത്, എനിക്ക് പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളിൽ വെറും സ്പോട്ടിങ് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ അതിനുശേഷമായിരിക്കും ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ബ്ലീഡിങ് വന്നാൽ തന്നെയോ ചിലപ്പോൾ ഒരു 10-20 ദിവസം വരെയൊക്കെ ഈ ബ്ലീഡിങ് നീണ്ടു നിന്നിട്ടുണ്ട്. പിന്നെ അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമായിരിക്കും ആ ബ്ലീഡിങ് നിന്നിട്ടുള്ളത്. അങ്ങനെ വരെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അതൊക്കെ ഈ PCODയുടെ ലക്ഷണങ്ങളാണ് കേട്ടോ. അതുപോലെ ചില സമയത്ത് പീരിയഡ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിങ് മാത്രം കാണത്തുള്ളായിരിക്കും. ഒരു 7 ദിവസമൊക്കെ സ്പോട്ടിങ് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും ആവത്തില്ല. അങ്ങനെ പല രീതിയിലാണ് ഈ ഇറഗുലർ പീരിയഡ്സിലൂടെ മീൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാനൊരു ഡയറ്റ് പ്ലാനിനെ പറ്റിയിട്ട് പറയാം. ഡയറ്റ് പ്ലാൻ എന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം ബേക്കറി ഫുഡ്സ് നന്നായിട്ട് കഴിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് ബേക്കറി ഫുഡ്സ് ഇല്ലാതെ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ ഞാൻ നന്നായിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാനൊന്ന് കൺട്രോൾ ചെയ്തു. ഈ ബർഗർ, പിസ്സ പോലുള്ള മൈദ കണ്ടൻറ്റുള്ള ഫുഡ്സൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട്, ഇതൊക്കെ നമുക്ക് ബേക്കറിയിൽ നിന്ന് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ ഒരുവിധം കൺട്രോൾ ചെയ്തു. അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ കൺട്രോൾ ചെയ്തു. പിന്നെ എന്ന് വെച്ചാൽ ബേക്കറി തന്നെ പൊരിച്ചും വറുത്തും ഒക്കെ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ അവോയ്ഡ് ചെയ്തു കേട്ടോ. വല്ലപ്പോഴും കൊതിക്ക് വേണ്ടി ഒരെണ്ണം കഴിക്കുമെന്നല്ലാതെ ഈ ഒരു ഡയറ്റുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാൻ ഇതൊക്കെ എല്ലാം പരിമിതപ്പെടുത്തി കേട്ടോ. ഒരുവിധമൊക്കെ അവോയ്ഡ് ചെയ്തു തന്നെ ഞാൻ നിന്നു ആ ഒരു ഡയറ്റ് ചെയ്ത സമയത്ത്. പിന്നെ എന്ന് വെച്ചാൽ പിന്നെ ഈ ബേക്കറിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും. പിന്നെ ഈ ലേസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എനിക്ക് ലേസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാനങ്ങ് അവോയ്ഡ് ചെയ്തു. അതിലാണെങ്കിൽ ഒത്തിരി മസാലാസൊക്കെ ഉള്ള ഫുഡാണല്ലോ, അതൊക്കെ ഞാനങ്ങ് അവോയ്ഡ് ചെയ്തു. മസാലാസ് ഒരുവിധം എല്ലാ മസാലാസ്, ഒത്തിരി സ്പൈസി ആയിട്ടുള്ള ഫുഡ്സൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു, അതൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു. പിന്നെ വന്നിട്ടാണ് ഈ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഫുഡ് കഴിപ്പ്. ഇടയ്ക്കൊക്കെ പുറത്ത് പോകുമ്പോഴത്തേക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അതൊക്കെ ഞാനൊന്ന് പരിമിതപ്പെട്ട് വല്ലപ്പോഴും മാത്രമാക്കി മാറ്റി കേട്ടോ. തീരെ അവോയ്ഡ് ചെയ്തെന്നല്ല, വല്ലപ്പോഴും മാസത്തിലൊരിക്കലൊക്കെ ആക്കി പുറത്ത് പോയി ഫുഡ് കഴിപ്പൊക്കെ ആക്കിയിട്ട് കൂടുതൽ ഹോംലി ഫുഡാക്കി മാറ്റി കേട്ടോ. എൻ്റെ ഡയറ്റ് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് മാത്രം ആക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വയറ് നിറച്ച് ഫുഡ് കഴിക്കുന്ന എനിക്കൊക്കെ ആ ഒരു ശീലം കേട്ടോ. അതായത് ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പിന്നെ ഇടയ്ക്കൊന്നും കഴിക്കത്തില്ല, പിന്നെ ഉച്ച സമയത്ത് കഴിക്കും, പിന്നെ ഇടയ്ക്ക് വൈകിട്ടൊരു ചായ അങ്ങനെ കുടിക്കത്തേ ഉള്ളൂ, പിന്നെ രാത്രി ഫുഡ് കഴിക്കും. അപ്പം ആ ഒരു ശീലം എനിക്ക് ഉണ്ടായിരുന്നു. അതിനെ ഞാൻ മാറ്റിയിട്ട് ഈ 3 എന്നുള്ളത് 5-6 നേരങ്ങളിലാക്കി കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ രാവിലെ സാധാരണ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് 2 ദോശയൊക്കെ ആണെങ്കിൽ 2 അങ്ങനെയാണ് കഴിക്കുന്നത്. ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്തിട്ട്
രാവിലെ ഒരു 8:30-9 മണിക്കാണ് എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ആ സമയത്ത് ഞാൻ ഒരു ദോശ കഴിച്ചിട്ട് ഒരു 10-11 മണിയായപ്പോൾ പിന്നെ ഒരു ദോശയും അതിനോടൊപ്പം ഒന്നീ കടലക്കറി അങ്ങനത്തെ കറി, അല്ലെങ്കിൽ വെജിറ്റബിൾസ് കൊണ്ടുള്ള കറികൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിക്കാൻ തുടങ്ങി. സാധാരണ ഞാൻ ഈ കടലക്കറി ഒന്നും ഞാൻ കഴിക്കത്തില്ലായിരുന്നു. പിന്നെ വെജിറ്റബിൾ കൊണ്ടുള്ള കറികൾ ഒന്നും എനിക്ക് അത്ര താല്പര്യമില്ല. പക്ഷേ ഇത് ഞാൻ ഈ ഒരു ഡയറ്റ് പ്ലാൻ എടുത്ത സമയത്ത് ഞാൻ അതൊക്കെ എൻ്റെ ഫുഡ് ഹാബിറ്റിൽ ഉൾപ്പെടുത്തി. പിന്നെ ഉച്ച സമയത്ത് തന്നെ ഇലക്കറികളൊന്നും വലിയ ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷെ ഞാൻ എന്നാലും ഉച്ചയ്ക്ക് ചോറ്, അപ്പോൾ സ്റ്റാർച്ച് അടങ്ങിയ ഫുഡ് അധികം കഴിക്കാതെ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്തു. ഇപ്പം ഒത്തിരി കഴിക്കുന്ന ചോറ് ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗം ആകെ കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് ബാക്കി കറികൾ, തൈര് നന്നായിട്ട് കഴിക്കാൻ തുടങ്ങി. തൈരൊക്കെ കഴിച്ചു. പിന്നെ ഇലക്കറികൾ, പച്ചക്കറികളും ഒക്കെയുള്ള ഡിഷസൊക്കെ ഉൾപ്പെടുത്തി. പിന്നെ അതുപോലെ അങ്ങനത്തെ കറികളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെയും ചെറിയൊരു സ്നാക്സ് പോലെ, അത് ചിലപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് അതങ്ങനെ കഴിക്കാൻ തുടങ്ങി ആ ഒരു സമയത്ത്. പിന്നെ രാത്രിയും കുറച്ച് ചോറ്, പക്ഷെ ചോറില്ലാതെ എനിക്ക് പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ചോറ് ഉൾപ്പെടുത്തി തന്നെയാണ് ഞാൻ ഡയറ്റ് ചെയ്തത്. പക്ഷെ ചോറ് പരിമിതപ്പെട്ട് കഴിച്ചു. അതിൻ്റെ കൂടെ ഞാൻ സാലഡ്സും പിന്നെ ഇതുപോലെ കടലക്കറി അങ്ങനത്തെ കറികളും ഒക്കെ ഉൾപ്പെടുത്തി. പിന്നെ നോൺ വെജ് ഇല്ലാത്തൊരു മീൽ എനിക്കില്ല കേട്ടോ. അതുകൊണ്ട് നോൺ വെജ് എനിക്ക് അവോയ്ഡ് ചെയ്തൊരു പരിപാടിയേ ഇല്ല. പക്ഷേ കൂടുതലും ഈ ഫിഷ് ഫ്രൈ ഒക്കെ കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഈ ഒരു സമയത്ത് പരിമിതപ്പെടുത്തി. 2-3 ദിവസം കൂടുമ്പോൾ ചെറിയൊരു പീസ് ഫിഷ് ഫ്രൈ ഒക്കെ കഴിച്ചിട്ട് ഡെയിലി ഈ ഫിഷൊക്കെ കഴിക്കുന്നത് കറി വെച്ച് മാത്രം കഴിക്കാൻ തുടങ്ങി. അത് 2-3 പീസൊക്കെ ആക്കി. ചെറിയ പീസാണെങ്കിൽ 2-3 പീസൊക്കെ കഴിക്കും, വലിയ പീസാണെങ്കിൽ 1 പീസ്, അങ്ങനെയൊക്കെ കഴിക്കാൻ തുടങ്ങി. അതൊക്കെ ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാനിൽ വരുത്തിയ ചേഞ്ചസ് ആട്ടോ ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ചേഞ്ചസ് ഒക്കെ വരുത്താൻ തുടങ്ങിയായിരുന്നു. പിന്നെ രാത്രി ഇതുപോലെ ചോറും ഇതുപോലെ കറികൾ, ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറച്ചിട്ട് ഇതുപോലെ ഇലക്കറികൾ, തൈര്, സാലഡ്സ് അതൊക്കെ ഇച്ചിരി കൂടുതൽ കഴിക്കാൻ തുടങ്ങി. മീനൊക്കെ കഴിക്കുമ്പോൾ നോൺ വെജൊക്കെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ കുറച്ച് മാത്രം. പിന്നെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കത്തില്ലായിരുന്നു. ആ ഒരു ഇതെല്ലാം ഞാൻ കൺട്രോൾ ചെയ്തു. കാരണം നമ്മളൊരു ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഒരു റിസൾട്ട് കാണുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ഒന്ന് സാക്രിഫൈസ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അതങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്തത്. അല്ലാതെ എനിക്ക് ഫിഷ് ഫ്രൈ ഒന്നും ഇല്ലാതെ ചോറ് കഴിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തു. പിന്നെ വെള്ളം ധാരാളം കുടിക്കും കേട്ടോ. ഒരു 3 ലിറ്റർ വരെയൊക്കെ ഞാൻ അളന്ന് വെച്ചിട്ട് കുടിക്കുമായിരുന്നു. കാരണം ഈ വെള്ളം അങ്ങനെ കുടിക്കുന്ന ശീലമുള്ള ഒരാളല്ലായിരുന്നു എനിക്ക്. വെള്ളം തീരെ കുടിക്കാൻ മടിയുമാണ്, മറന്നും പോകും. അപ്പോൾ അത് ഞാൻ 3 ലിറ്റർ രാവിലെ തന്നെ അളന്ന് ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ മാറ്റി വെച്ചിട്ട് അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുടിച്ചു തീർക്കും. അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലെത്തി. പിന്നെ ഇതുപോലെ വറുത്തതും പൊരിച്ചതും നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ചായക്ക് അടിക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, ഉഴുന്നുവട, പരിപ്പുവട, ഉള്ളിവട, അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനത്തെ പരിപാടിയൊക്കെ ഒന്ന് നിർത്തി വെച്ചായിരുന്നു. പിന്നെ മുട്ടയൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി പൊരിച്ചതും വറുത്തതും ഒന്നും അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തതേ ഉള്ളൂ. പിന്നെ വേറെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ ഫ്രൂട്ട്സ് എനിക്ക് ഫ്രൂട്ട്സ് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഫ്രൂട്ട്സ് ചവച്ചരച്ച് കഴിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ ഫ്രൂട്ട് ജ്യൂസ് ആക്കി കുടിക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയായിരുന്നു കേട്ടോ. കാരണം ഫ്രൂട്ട് ജ്യൂസ് ആക്കി കുടിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടേണ്ട പല ഗുണങ്ങളും കിട്ടത്തില്ല. ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഫൈബർ എല്ലാം അങ്ങ് ബ്രേക്കായി പോകുന്നുണ്ട്. മാത്രമല്ല നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പകുതി ഗുണങ്ങൾ ഈ നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് ആക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് മാത്രമേ കിട്ടത്തുള്ളൂ. ബാക്കിയല്ല അതിൻ്റെ ചണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ കുറേ പോർഷൻ അങ്ങ് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഗുണങ്ങൾ എന്ത് ഉപയോഗത്തിനാണോ നമ്മൾ കഴിക്കുന്നത് അതൊന്നും നമുക്ക് ഫുള്ളായിട്ട് കിട്ടാത്ത അവസ്ഥയാണ് നമ്മൾ ഈ ഫ്രൂട്ട്സ് ജ്യൂസായി കഴിക്കുമ്പോൾ. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ അതിൻ്റെ ഫൈബർ കണ്ടൻ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ജ്യൂസ് മാറ്റിയിട്ട് ഫ്രൂട്ട്സ് അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. ആ ഒരു രീതിയിലോട്ടാക്കി കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ നട്ട്സ്, സീഡ്സ് ഇതൊക്കെ കഴിക്കാൻ, ഇതൊന്നും അങ്ങനെ വലുതായിട്ട് ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല. പക്ഷെ ഞാൻ ഈ ഒരു ഡയറ്റിൻ്റെ ഭാഗമായിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ അതൊക്കെ കുറച്ച് എൻ്റെ ഡയറ്റിൻ്റെ പാർട്ടാക്കി ഞാൻ. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് ഡെയിലി അത് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നന്നായിട്ട് ഉറക്കം അതൊരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ ഒരു ഡയറ്റ് പ്ലാനിൻ്റെ കൂടെ ഉറക്കവും കൂടി, ഞാൻ കൂടുതലും ഫോണിൽ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉറക്കത്തിലും കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തു.
അപ്പം ഏകദേശം ഈ ഒരു ഡയറ്റ് പ്ലാനും അതിനോടൊപ്പം വെള്ളം നന്നായിട്ട് കുടിക്കുക, പിന്നെ തൈര് അതൊക്കെ കഴിച്ചു. പിന്നെ അത്യാവശ്യം പ്രോട്ടീനുള്ള ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മീൽസിൽ അത്യാവശ്യം നമുക്ക് പ്രോട്ടീനും എല്ലാം കിട്ടും. ഇതെല്ലാം കൂടെയൊക്കെ ആയി. പിന്നെ എൻ്റെ എക്സർസൈസും കാര്യങ്ങളും, അത്യാവശ്യം എക്സർസൈസൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് അതുപോലെ ഈ ഡയറ്റ് പ്ലാനും കൂടി ഫോളോ ചെയ്യണം. അതുപോലെ ഇത് ഉറക്കം അത്യാവശ്യം നമുക്ക് ഉറക്കം വേണം. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കാണ് എനിക്ക് PCOD കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അതൊരു എന്താ പറയുക ലെവലിൽ കൊണ്ടുവരാൻ സാധിച്ചത്. അതായത് പീരിയഡ്സ് കറക്റ്റായി വന്നു തുടങ്ങിയത്. ഞാൻ വേറെ ഒരു മെഡിക്കേഷൻസ് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, ഒരു മെഡിക്കേഷൻസും എടുത്തിട്ടില്ലായിരുന്നു. ഭാഗ്യം കൊണ്ട് ഇതെല്ലാം ഫോളോ ചെയ്തപ്പം എനിക്ക് എൻ്റെ PCOD കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചു. പീരിയഡ്സ് റെഗുലറാക്കി കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ജീവിത ശൈലിയിലൂടെയാണ് നമുക്ക് കൂടുതലും ഇങ്ങനെയുള്ള ഓരോരോ ഡിസീസുകളൊക്കെ വരുന്നത് കേട്ടോ. ഇതൊരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. നമ്മുടെ ജീവിത ശൈലിയിലൂടെ, നമ്മുടെ എക്സർസൈസ് ഇല്ലായ്മ, നമ്മുടെ ഫാസ്റ്റ് ഫുഡ് കഴിപ്പിലൂടെയൊക്കെ നമുക്ക് വരുന്ന കുറേ പ്രശ്നങ്ങൾ അങ്ങനെ നമുക്ക് വരുന്നുണ്ട്. അതിൽ അങ്ങനെ വരുന്ന ഒരു സിൻഡ്രോമാണ് കേട്ടോ ഈ PCOS എന്ന് പറയുന്നത്. അപ്പം ഇത് ജീവിത ശൈലിയിലൂടെ മാറ്റാൻ പറ്റും എന്ന് എനിക്ക് തെളിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ എൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ നോക്കിയത് തന്നെ അതുകൊണ്ടാണ്, അതിന് ഞാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ്. കാരണം ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ PCOD ഉള്ള ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ആകട്ടെ, അത് നല്ലൊരു കാര്യമാണല്ലോ. നമ്മൾ വെറുതെ ഇതിനൊക്കെ കഴിക്കുന്ന മെഡിസിൻസൊക്കെ നമുക്ക് എന്താണ് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതും ഉണ്ടായിരിക്കാം. എന്ത് തന്നെ ആയാലും നമ്മൾ മെഡിസിൻസ് ഒന്നും കഴിക്കാതെ നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന ഇത് വലിയൊരു മാറ്റമൊന്നുമല്ല. ഇച്ചിരി കുറച്ച് എക്സസൈസ് ചെയ്യുക, അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ഡയറ്റാണ്. അപ്പോൾ ഇതിലൊന്നും നമുക്ക് ഒന്നും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ഡയറ്റ് ഇത് നമ്മുടെ അല്ലാതെ നമ്മുടെ ഹെൽത്തിന് തന്നെ ഇങ്ങനെ ഒരു ഡയറ്റ് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പൊതുവെ കൂടുതലായിട്ട് പറയാൻ ഞാൻ ആരുമില്ല, എങ്കിലും ഇത് അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ്. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്തിന് തന്നെ നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതിലൂടെയൊക്കെ എനിക്ക് ഈ ഒരു ഹെൽത്ത് പ്ലാനിങ്ങിലൂടെ എനിക്കിതെല്ലാം ബാലൻസ് ചെയ്യാൻ സാധിച്ചു, കൺട്രോൾ ചെയ്യാൻ സാധിച്ചു PCOD വിത്തൗട്ട് മെഡിക്കേഷൻസ്, ഒരു മെഡിക്കേഷൻസ് തന്നെ എടുക്കാതെ. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് തോന്നി. എൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓരോ വ്യക്തികൾക്ക് ഓരോരോ ബോഡി കണ്ടീഷൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് PCOD ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡയറ്റീഷ്യനെ കണ്ട് ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശത്തോടു കൂടി തന്നെ കൃത്യമായ ഡയറ്റ് പ്ലാനും അതുപോലെ ഡയറ്റീഷ്യൻ തന്നെ എക്സസൈസും ഒക്കെ പറഞ്ഞു തരും. അതൊക്കെ ഫോളോ ചെയ്യേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ടൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക. അതുപോലെ ഗൈനക്കോളജിസ്റ്റ് പറയുന്ന മെഡിക്കേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.